they have spent dash for their son's wedding. അവരുടെ മകന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് വേണ്ടത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്, വേണ്ടത്ര പണം ചിലവാക്കിയിട്ട്, ധാരാളം പണം ചിലവാക്കിയിട്ടുണ്ട്. they have spent ഇവിടെ ചിലവഴിച്ചു കാണും. for their son's wedding, അവരവരുടെ മകന്റെ വെഡിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടത്ര പൈസ ചിലവാക്കി, ധാരാളം പൈസ ചിലവാക്കി എന്നുള്ള വാക്ക് ഇനഫ്, ഇനഫ് മണി, വേണ്ടത്ര പൈസ ഉത്തരം ഇനഫ്. he is polite to everyone, അവൻ മര്യാദയോടെ പെരുമാറുന്ന എല്ലാവരോടും വളരെ മര്യാദയോടെയാണ് അയാൾ പെരുമാറുന്നത്. നമ്മൾ ചെയ്യുന്നത് റീറൈറ്റ് ദ സെന്റൻസ് ആസ് എ നെഗറ്റീവ് സെന്റൻസ്. ഇതിനെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആക്കണം, പക്ഷേ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്, അർത്ഥം മാറാൻ പാടില്ല. ഇത് അയാൾ എല്ലാവരോടും മര്യാദയോടെ പെരുമാറുന്നു, ഇതിനെ നെഗറ്റീവ് ആക്കണം, പക്ഷേ അർത്ഥം മാറുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ അല്ല ഇല്ല എന്ന വാക്കില്ല, ഇത് പോസിറ്റീവാണ്. ഹി ഈസ് പൊളൈറ്റ് ടു എവരിവൺ, അയാൾ എല്ലാവരോടും മര്യാദയോടെ പെരുമാറുന്നു. അപ്പോൾ വിപരീതം എഴുതിയാൽ മതി, പൊളൈറ്റിൻ്റെ വിപരീതം. ഹി ഈസ് നെവർ ഇംപൊളൈറ്റ്, അയാൾ ഒരിക്കലും അപമര്യാദയായി പെരുമാറാനില്ല. ടു എനിവൺ, ആരോടും, അയാൾ ആരോടും ഒരിക്കലും ഇംപൊളൈറ്റായിട്ട് മര്യാദ ഇല്ലാതെ പെരുമാറാനില്ല, അപമര്യാദയായി പെരുമാറാനില്ല. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ നെവർ എന്ന വാക്കും വന്നു, ഇംപൊളൈറ്റ് എന്ന വാക്കും വന്നു, നെവർ എന്ന വാക്ക് വെച്ചു. എങ്ങനെയാണ് അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാകുന്നത്? യു ആർ ആൻ ഇന്ത്യൻ, യു ആർ ആൻ ഇന്ത്യൻ ഡാഷ്, ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. യു ആർ ആൻ ഇന്ത്യൻ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ, ഏതാണ് ഓക്സിലറി വെർബ്? ആറാണ്. അപ്പോൾ ഓക്സിലറി വെർബ് ആദ്യം എഴുതുക, ആർ. ഓക്സിലറി വെർബ് എടുത്ത് എഴുതി ആർ. ഇനി നമുക്ക് പോസിറ്റീവാണ് നെഗറ്റീവാണ്? അത് പോസിറ്റീവാണ്. അല്ല എന്ന അർത്ഥം വരുന്ന വാക്കല്ല, വാചകമല്ല. യു ആർ ആൻ ഇന്ത്യൻ, നിങ്ങൾ ഇന്ത്യക്കാരനാണ്, അപ്പോൾ ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നോട്ട് ചേർക്കണം. നെഗറ്റീവ് ആകുമ്പോൾ നോട്ട് ഉണ്ടെങ്കിൽ എടുത്ത് കളയും. നെഗറ്റീവ് ആകുമ്പോൾ നോട്ട് എന്ന വാക്കുണ്ടാവും, അല്ലെങ്കിൽ അതിന് അർത്ഥമായ വാക്ക്, അത് അർത്ഥം വരുന്ന വാക്കുണ്ടാവും, എടുത്ത് കളയണം. ഇവിടെ പോസിറ്റീവാണ്, നോട്ട് ചേർക്കണം. ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക, ആർ പ്ലസ് നോട്ട് ആറിഞ്ച്, ആറിഞ്ച് എഴുതി. ഇനി സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എന്താണ്? ഉത്തരം ആർ ഇൻ യു. Hardly had I entered the station dash the train left. ഹാർഡ്ലി കഷ്ടിച്ചതർത്ഥം. ഞാൻ കഷ്ടിച്ച സ്റ്റേഷനിൽ എത്തിയതേ ഉള്ളൂ, ഞാൻ കഷ്ടിച്ച സ്റ്റേഷനിൽ പ്രവേശിച്ചതേ ഉള്ളൂ, ട്രെയിന് അവിടുന്ന് പോയി, ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പോയി. ഓപ്ഷൻസ് വെൻ, ദാൻ, ദെൻ, ബട്ട്. അപ്പോൾ ഹാർഡ്ലി, ഒരു വാചകത്തിൽ ഹാർഡ്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്യുക, അതിൻ്റെ റിലേറ്റ് ചെയ്തെടുക്കുന്ന വാക്ക് വെൻ ആണ്. ഹാർഡ്ലിയുടെ കൂടെ എഴുതുന്ന വാക്ക് വെൻ ആണ്. ഹാർഡ്ലി ഹാഡ് ഐ എൻറ്റർഡ് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ, ബ്രൂട്ടസ് സീസറിനെ കുത്തി. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ എന്ന ബ്രൂട്ടസ് സീസറിനെ കത്തി കൊണ്ട് കുത്തി. ചോദ്യം, ബിഗിൻ ദ സെന്റൻസ് വിത്ത് സീസർ. ഈ വാചകം ഇപ്പോൾ ബിഗിൻ പറഞ്ഞാൽ തുടങ്ങുക. ഈ വാചകം സീസർ വെച്ച് തുടങ്ങണം. ഇപ്പോൾ ബ്രൂട്ടസ് സീസറിനെ കുത്തി എന്നാണ്, നമുക്ക് സീസർ വെച്ച് തുടങ്ങണം. ഈ വാചകം തിരിച്ചെഴുതണം. അപ്പോൾ ബ്രൂട്ടസ് സീസറിനെ കുത്തി, സീസർ ബ്രൂട്ടസിനാലാണ് കുത്തേൽക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന എഴുതിയിട്ട് എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് എഴുതുന്നത് സീസർ എന്ന് വെച്ച് തുടങ്ങാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം സീസർ എഴുതുക, സീസർ. ഇനി നമ്മൾ നോക്കേണ്ടതിൽ ഓക്സിലറി വെർബ് ഉണ്ടാവും. ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ വെർബ് നോക്കാം. വെർബ് എന്താണ്? സ്റ്റാബ്ഡ്. ഇത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ നോക്കുക. ഇത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഈസോ ആറോ എഴുതുക. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസോ വേറോ എഴുതുക. വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈസോ ആറോ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസോ വേറോ. ഇതിന്റെ വ്യത്യാസം എന്താ? ഇത് സിംഗുലർ ആവുമ്പോൾ ഈസോ, പ്ലൂറലാവുമ്പോൾ ആർ. അതുപോലെ സിംഗുലർ ആവുമ്പോൾ വാസ്, പ്ലൂറലാവുമ്പോൾ വേറെ. അപ്പോൾ നമുക്ക് സീസർ എന്താണ്? സീസർ സിംഗുലർ ആണ്. പിന്നെ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതാ വരിക? സിംഗുലർ ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിൽ ഇതാണ് വരിക അല്ലേ? അപ്പോൾ സീസർ വാസ്. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ രൂപം എഴുതുക. വെർബിൻ്റെ മൂന്നാമത്തെ സ്റ്റാബ്, സ്റ്റാബ്ഡ്, സ്റ്റാബ്ഡ്. ഇത് തന്നെയാണ് മൂന്നാമത്തെ രൂപം. അപ്പോൾ സീസർ വാസ് സ്റ്റാബ്ഡ്. ഇനി നമ്മൾ ബൈ എന്ന് എഴുതുക. ആൽ, ആരാ? ബ്രൂട്ടസിനാണ്. ബൈ Brutus. The aeroplane dashed at the right time. Use right phrasal verb. The aeroplane dashed at the right time. ശരിയായ സമയത്ത്, കൃത്യസമയത്ത് എയറോപ്ലെയിൻ പറന്നു പൊങ്ങി. എയറോപ്ലെയിൻ പറന്നു പൊങ്ങുക, അതുള്ള അതിനുള്ള ഫ്രേസൽ വെർബ്
പറന്ന് പൊങ്ങുക എന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫ് ആണ്. ഇവിടെ പാസ്റ്റ് ടെൻസ് വരും പറന്ന് പൊങ്ങി എന്നുള്ളതിന് ടുക്ക് ഓഫ്. എയറോപ്ലെയിൻ പറന്ന് പൊങ്ങുന്നതിന് ടേക്ക് ഓഫ് എന്ന് പറയും. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ദ എയറോപ്ലെയിൻ ടുക്ക് ഓഫ്. There was dash traffic on the way. There was dash traffic on the way. ഇത് വാഹന തിരക്ക് എന്ന അർത്ഥം വരണം. പോണ വഴിക്ക് ധാരാളം അല്ലെങ്കിൽ വാഹന തിരക്ക് തന്നെയായിരുന്നു. ഹാർഡ്, ഹെവി, തിക്ക്, മച്ച്. വാഹന തിരക്ക് അതിനെ നമുക്ക് ഹെവി ട്രാഫിക് എന്നാണ് പറയുക. There was heavy traffic on the way. The corrupt officials had dashed bribe. കറക്റ്റ് അതിനർത്ഥം അഴിമതിക്കാരായ ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥന്മാര് had dashed bribe, കൈക്കൂലി. അപ്പൊ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നാണ്. അക്സെപ്റ്റഡ് സ്വീകരിച്ചു എന്നാണ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികിയതാണ്. എക്സെപ്റ്റഡ് ഒഴിവാക്കുക. എക്സീഡഡ് കൂടുതലായി വർദ്ധിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി സ്വീകരിച്ചു എന്നതിനെ ആക്സെപ്റ്റ് സ്വീകരിക്കുക, അക്സെപ്റ്റ് സ്വീകരിച്ചു. A government run by a dictator is termed as, അതായത് ഒരു ഡിക്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതിയാണ്. ഒരു സ്വേച്ഛാധിപതി നടത്തുന്ന ഗവൺമെന്റിനെ, ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിലുള്ള ഗവൺമെന്റിനെ എന്താണ് നമ്മൾ വിളിക്കുക? ടേംഡ് ആസ് പറഞ്ഞാൽ ഏത് പദം വെച്ചിട്ടാ, ഏത് വാക്ക് വെച്ചിട്ടാണ് വിളിക്കുക? അപ്പോൾ സ്വേച്ഛാധിപത്യ ഗവൺമെന്റിനെ എന്താണ്, സ്വേച്ഛാധിപതി നയിക്കുന്ന ഗവൺമെന്റിനെ നമ്മൾ എന്താണ് പറയുക? ഉത്തരം ഓട്ടോക്രസി എന്നാണ് പറയുക. ഓട്ടോക്രസി. ബാഗ് ആൻഡ് ബാഗേജ് മീൻസ്, ബാഗ് ആൻഡ് ബാഗേജ് എന്നതിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ബാഗ് ആൻഡ് ബാഗേജ് എന്നതിൻ്റെ അർത്ഥം വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്, അതായത് കയ്യിലുള്ളതെല്ലാം. ബിലോങ്ങിങ്സ് എന്ന് സ്വന്തമായി ഉള്ളതെന്ന് അർത്ഥം. അപ്പോൾ ബാഗ് ആൻഡ് ബാഗേജ് എന്താണ്? ബാഗ് ആൻഡ് ബാഗേജ് എന്ന അർത്ഥം വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്, കയ്യിലുള്ളതെല്ലാതും. The boy was dashed by his uncle. The boy was dashed by his uncle. അതായത് ആ കുട്ടിയെ വളർത്തിയത് അവൻ്റെ അമ്മാവനാണ്. അവൻ്റെ അമ്മാവനാണ് ആ കുട്ടിയെ വളർത്തിയത്. ഫ്രേസൽ വെർബ് എഴുതണം. വളർത്തുക എന്നതിൻ്റെ ഫ്രേസൽ വെർബ് ബ്രിങ് അപ്പ് ആണ്. ബ്രിങ് അപ്പ് വളർത്തുക. ഇവിടെ പാസ്റ്റ് ടെൻസ് വേണം വളർത്തി എന്നുള്ളതിന്. ഇപ്പോൾ ബ്രിങ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് അപ്പ് എന്നാണ്. BROUGHT, ബ്രോട്ട് അപ്പ്, വളർത്തി.